എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പാറിനായിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് വിസിൽ കേൾപ്പിക്കുകയാണ്. സാമ്പാർ പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ കായാണ് ഞാനൊരു കഷ്ണം നല്ല കട്ടക്കായം ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ല മണമാണ് കായത്തിൻ്റെ. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ കായത്തിൻ്റെ മണം എത്ര കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ നല്ല കട്ടക്കായം വാങ്ങിക്കഴിഞ്ഞിട്ട് അത് സാമ്പാറിന് ആവശ്യമുള്ള പോഷനുകളാക്കി ഞാൻ മാറ്റി വയ്ക്കാറാണ് പതിവ്. പിന്നെ മല്ലിപ്പൊടി നമ്മൾ വാങ്ങുന്ന മല്ലിപ്പൊടി ചേർത്ത സാമ്പാറിന് പ്രത്യേക സ്വാദം ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാഴ്ചയ്ക്കുള്ള മല്ലിപ്പൊടി കുറച്ച് മല്ലി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചേർക്കുന്ന മല്ലി ചേർത്തിട്ട് കറികൾ ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ്, നല്ല മണമാണ്. നമുക്ക് സാമ്പാറിലേക്കായാലും ഏത് കറികളിലേക്കായാലും ചിക്കനിലേക്കായാലും ഒക്കെ ആ മല്ലിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങക്കായാണ്. ആ വെണ്ടയ്ക്ക ഞാൻ നേരെ പരിപ്പിലേക്ക് ചേർക്കാറില്ല. ഞാൻ അതിന് പകരം വെണ്ടയ്ക്കേനെ ഒരിത്തിരി എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ വെണ്ടയ്ക്ക ഉടയാതെ തന്നെ നമുക്ക് സാമ്പാറിൽ ഉണ്ടാവും. എത്ര ദിവസം 2-3 ദിവസം കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്ക ഉടയാതെ കിട്ടും. അപ്പോൾ പരിപ്പിലേക്ക് മുരിങ്ങക്കായും നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പം തന്നെയാണ് ചേർക്കാറ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അവർ കുറേ നാളത്തെ പ്രോസസ്സിങ് കഴിഞ്ഞ് പാക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫ്ലേവേഴ്സും പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മല്ലി ആവട്ടെ മുളകാവട്ടെ ഒരാഴ്ചയ്ക്കുള്ളത് മതി. നന്നായി ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടിയാവുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളത് മതി, വലിയ അളവിലൊന്നും വേണ്ട. ഓരോ ആഴ്ചയ്ക്കുള്ളത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല സ്വാദാണ് കറികൾക്ക്. അപ്പോൾ ഞാൻ അതിൽ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ആവശ്യത്തിന് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്തിട്ടുണ്ട്. ആ പുളിവെള്ളം അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പുളി വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് ഇനി നമുക്ക് വറവിടേണ്ടത്. ഈ വറവിലേക്കായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ ഉലുവയും കറിവേപ്പിലയും മുളകൊക്കെ വറുത്തിട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മല്ലിപ്പൊടിയാണ് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ചൂടാക്കിയ മല്ലിപ്പൊടിയും ഈ വറവും കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാമ്പാർ റെഡി. ഇനിയിപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെങ്കിൽ ഈ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് വറുത്തിടുന്നതിന് മുൻപായിട്ട് ഒരു പിടി തേങ്ങയും ആ മുത്തമല്ലി മതി, ആ മല്ലിയും കൂടി ഒന്ന് വറുത്തിട്ട് അരച്ചു ഒഴിച്ചിട്ട് ഈ കടുക് വറുത്തിട്ട് കഴിഞ്ഞാലും നല്ല സൂപ്പർ സാമ്പാറായിരിക്കും. അപ്പോൾ ആ സാമ്പാർ ഒന്നും കൂടി നല്ല സ്പെഷ്യൽ സാമ്പാറായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ നല്ല സാമ്പാർ ഉണ്ടാക്കാം. മല്ലിയുടെയൊക്കെ നല്ല മണമുള്ള നല്ല സൂപ്പർ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. നല്ല സ്വാദാണ് സാമ്പാറിന്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ആ മല്ലിയുടെയൊക്കെ മണം നന്നായിട്ട് വന്നുകൊണ്ട് ആ സാമ്പാറിന് പ്രത്യേക ഒരു സ്മെല്ലാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ മല്ലിയൊക്കെ പൊടിപ്പിക്കാൻ ഭയങ്കര പാടാണല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാക്കറ്റ് മല്ലിയൊക്കെ വാങ്ങുമ്പോൾ ഒരു മണവും ഉണ്ടാവില്ല. നമുക്ക് ആ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് തന്നെ ഒരു സ്വാദും തോന്നാറില്ല. അപ്പോൾ ഇങ്ങനെ പൊടിപ്പിക്കുമ്പോൾ നല്ല എന്താ പറയുക ഫ്ലേവറാണ് ഇതിന്. ഞാൻ ആവശ്യത്തിന് എടുക്കുന്ന സാമ്പാറിലേക്കുള്ള മല്ലിയിലേ ചേർക്കാറുള്ളൂ. ബാക്കിയുള്ള സാമ്പാർ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറാണ് പതിവ്. അപ്പോൾ നല്ല സൂപ്പർ സാമ്പാർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അതിലെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ മുരിങ്ങക്കായൊന്നും ഉടയാതെ നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ നല്ല സൂപ്പർ സാമ്പാറാണ്. അപ്പോൾ ഇന്നത്തെ ദോശയ്ക്ക് കടലയും സാമ്പാറായിരുന്നു. അടിപൊളിയായിരുന്നു സാമ്പാർ. വൈകുന്നേരം ചോറിനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.